മലങ്കര മാർത്തോമ സഭയുടെ പരമാധ്യക്ഷൻ അഭിവന്യ തൈഡോഷ് മാർത്തോമ വലിയ മെത്രോപാലിത്ത തിരുമേനി, കുന്നംകുളം ഭദ്രാസനത്തിൻ്റെ അധിപൻ ഡോക്ടർ മാത്യൂസ് മാർ മക്കാരിയോസ് എപ്പിസ്കോപ്പ തിരുമേനി, സഭാ സെക്രട്ടറി ബഹുമാനപ്പെട്ട എബി മാമനച്ചന, ലേ സെക്രട്ടറി ഡോക്ടർ അഡ്വക്കേറ്റ് ആൻസിൽ സക്കറിയ, ക്ലർജിസ് ട്രസ്റ്റി റവൻ ഡേവിഡ് ഡാനിയേൽ, ഈ പള്ളിയുടെ വികാരി, ഞങ്ങളുടെ അയൽപ്പക്കക്കാരൻ ബഹുമാനപ്പെട്ട സാജു ചാക്കോച്ച, ഭദ്രാസന കൗൺസിൽ അംഗങ്ങളെ, ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, ആദ്യമേ തന്നെ അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപ്പോലിത്ത തിരുമേനിയുടെ 26ാം അനുസ്മരണ ദിനത്തിൽ എന്നെ കൂടി വിളിച്ചതിന് പ്രത്യേകം സാജുവച്ചൻ വഴിയാണ് വിളിച്ചത്. പ്രത്യേകം നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുക, അങ്ങനെ ഒരു അവസരം നൽകിയതിന് പ്രത്യേകം നന്ദി പറയുകയാണ്. ഇന്ന് ഒരുപാട് പരിപാടികൾ എനിക്കുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് നിർബന്ധമായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് ചോദിച്ചു, വലിയ മെത്രാപ്പോലിത്ത തിരുമേനി വരുമോ? അത് അന്വേഷിച്ചു. വരുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ വേറെ നിവൃത്തിയില്ല, വരാതെ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് വന്നത്. തിരുമേനിയുടെ സാന്നിധ്യത്തിലായിരിക്കുക എന്ന് തന്നെ എനിക്ക് വലിയ സന്തോഷവും അനുഗ്രഹവുമാണ്. തിരുമേനിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും ഞാൻ നേരുകയാണ്, സീറോ മലബാർ സഭയുടെ തൃശ്ശൂർ രൂപതയുടെ പേരിലടക്കം. അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപ്പോലിത്തയുടെ കുറിച്ചുള്ള അനുസ്മരണ സന്ദേശം നൽകാൻ പറഞ്ഞപ്പോൾ എനിക്കിത് എങ്ങനെയാണ് നൽകുക എന്ന് ആശ്ചര്യമാണ് ഉണ്ടായത്. തിരുമേനിയെ കണ്ടിട്ടുണ്ട്, പക്ഷേ വ്യക്തിപരമായി എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. കണ്ടിട്ടുണ്ട്. ക്രിസോസ്റ്റം തിരുമേനിയാണെങ്കിൽ ഞങ്ങൾക്ക് നന്നായി തന്നെ പരിചയമുണ്ട്, വ്യക്തിപരമായി തന്നെ അറിയുകയും ചെയ്യാം. 2 പ്രാവശ്യമെങ്കിലും എൻ്റെ തൃശ്ശൂർ ഞങ്ങളുടെ ബിഷപ്സ് ഹൗസിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അറിയാൻ വേണ്ടി അനുസ്മരണ സന്ദേശത്തിന് വേണ്ടി സാജുവച്ചന് എനിക്ക് ഹിസ്റ്ററി നോട്ട് എൻ്റെ സെക്രട്ടറിച്ചൻ വഴി തന്നു. ഞാൻ ഗൂഗിളിലൊക്കെ നോക്കി എന്താണ് അനുസ്മരണ സന്ദേശത്തിൽ. മലങ്കര മാർത്തോമ സഭയ്ക്ക് വലിയ ചരിത്രത്തിൽ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ്, വലിയ മിഷണറിയാണ്. 87 വർഷത്തെ ജീവിതത്തിൽ ഏകദേശം അരനൂറ്റാണ്ടോളം എപ്പിസ്കോപ്പ മേൽപ്പെട്ട ശുശ്രൂഷയിൽ തന്നെ നയിച്ച വ്യക്തി. ഉന്നതമായ പഠനം നടത്തി, ഇന്ത്യയിലും അമേരിക്കയിലൊക്കെ നടത്തി. തിരുമേനി സൂചിപ്പിച്ചതുപോലെ ആർഷഭാരത്തിൻ്റെ സംസ്കാരം ഉൾക്കൊള്ളാൻ വേണ്ടി ഭഗവത്ഗീതയുടെ രൂപദർശനം അടക്കം മനസ്സിലാക്കി അങ്ങനെ സഭയെ സ്നേഹത്തോടെ നയിച്ച വ്യക്തിത്വം. പക്ഷേ എനിക്ക് കാര്യമായിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല, അറിയുന്നില്ല. പിന്നെ ഞാൻ ആ ചരിത്രം സാജുവച്ചനായി തന്ന ചരിത്രം വായിച്ച് നോക്കിയപ്പോൾ എൻ്റെ ഉള്ളിൽ അപ്പോൾ തന്നെ വന്നത്, ഞാൻ പറയാൻ പോകുന്ന അല്ലെങ്കിൽ ഇതനുസരിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും ഇത് തന്നെയല്ലേ പറയുക. പിന്നെ ഞാനത് ആവർത്തിച്ച് എങ്ങനെയാണ്. ഏതായാലും സാജുവച്ചനും മാമനച്ചനും അടക്കം മക്കാരിയോസ് തിരുമേനിയും തേഡോഷ് തിരുമേനിയും ഒക്കെ പറഞ്ഞപ്പോൾ അതതിനെ വിശാലമായ രീതിയിൽ അവതരിപ്പിച്ചു. പിന്നെ ഞാൻ എന്താണ് ഇങ്ങനെ ഒരു അനുസ്മരണ പ്രഭാഷണം എന്താണ് നൽകുക? തേഡോഷ്യസ് തിരുമേനി ദൈവവിളിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് വലിയ സന്തോഷമുണ്ടായി. അത് കാരണം എൻ്റെ തന്നെ മുദ്രാവാക്യം തിരുമേനി ആവർത്തിച്ചു. ഞാൻ മെത്രാനായപ്പോൾ 2004 മെത്രാനായപ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പൻ അപ്പോൾ മാർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 14-ഉം 15-ഉമാണ് എടുത്തത്. കൂടെ ആയിരിക്കാനും അയക്കപ്പെടാൻ, ടു ബി വിത്ത് ഹിം ആൻഡ് ടു ബി സെൻഡ് ഫോർ. അത് അലക്സാണ്ടർ മാർത്തോമ തിരുമേനിയുടെ കൂടി ജീവിത ദർശനമായി എന്നറിഞ്ഞപ്പോൾ എനിക്ക് ഉള്ളിൽ സന്തോഷം തോന്നി. കാരണം നമ്മളെല്ലാവരും ശിഷ്യരാകാനും അപ്പസ്തോലൻ അഥവാ സ്ലീഹമാരാകാനും വിളിക്കപ്പെട്ടവരാണ്. അങ്ങനെ വലിയ സഭയെ, മാർത്തോമ സഭയെ മാത്രമല്ല എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിലടക്കം വലിയ നേതൃത്വം കൊടുത്ത് വളർത്തിയ വ്യക്തിത്വമാണ് എന്നുള്ളത് അറിയാം. തിരുമേനിയും മാമനച്ചനൊക്കെ സൂചിപ്പിച്ചു, ഞാൻ CBCIയുടെ പ്രസിഡൻ്റായിരുന്നു. ശരിയാണ്. 2022 മുതൽ 26 ഈ കഴിഞ്ഞ ഫെബ്രുവരി വരെ 2 ടൈമിൽ CBCIയുടെ പ്രസിഡൻ്റാണ്. ഞങ്ങൾ അവിടെ ആയിരുന്നപ്പോൾ ഡൽഹിയിൽ ഇടയ്ക്കിടയ്ക്ക് എക്യുമെനിക്കൽ മീറ്റിംഗ് ഉണ്ട്. നമുക്കറിയാം ഇന്ത്യയിൽ 3 നേതൃത്വം, എക്യുമെനിക്സത്തിന് 3 നേതൃത്വമാണുള്ളത്. ഒന്ന് CBCI, അത് കാത്തലിക് ചർച്ചിൻ്റേത് തന്നെയാണ്. കാത്തലിക് അത് 3 സീറോ മലബാർ മലങ്കര ലാറ്റിൻ റീത്തുകളുടെ കൂട്ടായ്മയാണ് CBCI. പിന്നെ നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസ് ഉണ്ട്, NCCI.
കുന്നംകുളത്തെ ഓർത്തഡോക്സ് മെത്രാപ്പോലീത്തയാണ് അതിൻ്റെ അധിപൻ. മൂന്നാമത്തേത് EFI, എക്യുമെനിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യ, പന്തക്കുസ്ത ബാപ്റ്റിസ്റ്റ് സഭകളുടെ എല്ലാം ഇപ്പോൾ ഒരു നന്നായി തന്നെ അവർ ഞങ്ങൾ ഇടയ്ക്ക് കൂടാറുണ്ട് ഡൽഹിയിൽ. നമുക്ക് എക്യുമെനിക്കൽ പ്രസ്ഥാനം ശക്തമാക്കേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ അലക്സാണ്ടർ മാർത്തോമ വലിയ തിരുമേനിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ ഞാൻ എന്താണ് കൂടുതൽ പറയുക? അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സാജു അച്ഛൻ ഇങ്ങോട്ട്, ഞാനിപ്പോൾ പോരുന്ന വഴിക്ക് സെക്രട്ടറിയച്ചിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതായത് തിരുമേനി, ഞാൻ പറഞ്ഞൊരു 15 മിനിറ്റ് മാക്സിമം പറയാം, പക്ഷെ അരമണിക്കൂർ വരെ വേണമെങ്കിൽ പറഞ്ഞോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, അല്ല, എന്നോട് സെക്രട്ടറിയച്ചൻ വഴി പറയുകയാണ്, ഇപ്പോൾ ഈ കാലഘട്ടത്തെ വെല്ലുവിളികളെക്കുറിച്ചും ഇപ്പോൾ സഭ നേരിടുന്ന, ക്രൈസ്തവർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും വേണമെങ്കിൽ സംസാരിക്കാം. ഇത് സെക്രട്ടറിയച്ചൻ എൻ്റെ കൂടെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഉടനെ തന്നെ ഈ അനുസ്മരണത്തിൻ്റെ കടലാസമൊക്കെ ആ കാറിൽ തന്നെ അവിടെ ഇട്ടു. കാരണം അത് നിങ്ങളെല്ലാവർക്കും അറിയാം, എന്നേക്കാൾ കൂടുതൽ അറിയാവുന്നവരാണ് നിങ്ങൾ. പിന്നെ ഞാൻ വരുന്നത് ഞങ്ങളുടെ ഇന്ന് ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് വെള്ളറക്കാടും, അത് കഴിഞ്ഞ് മറ്റം, പിന്നെ പറപ്പൂര്, അത് കഴിഞ്ഞ് കൊട്ടേക്കാട്, 4 സ്ഥലത്ത് കൺവെൻഷനിൽ നമ്മുടെ വെല്ലുവിളിയെക്കുറിച്ചും എങ്ങനെയാണ് ശക്തീകരിക്കേണ്ടതിനെക്കുറിച്ച് ഏകദേശം 10-15 മിനിറ്റ് സംസാരിച്ച് എന്നിട്ടാണ് 3:40 അവസാനിപ്പിച്ച് ഇങ്ങോട്ട് എത്തിയത്. അപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞ് ഓരോ സ്ഥലത്തും ഒരു 300-400 ഇടയ്ക്ക് കൺവെൻഷൻ ആൾക്കാരുണ്ട്. ഞങ്ങളുടെ കുടുംബ കൂട്ടായ്മകളുടെ കൺവെൻഷനാണ്, സമുദായ ശാക്തീകരണമാണ് വിഷയം. അങ്ങനെയാണെങ്കിൽ സാഹചര്യം പറഞ്ഞാൽ ഞാൻ ഈ കടലാസൊക്കെ മാറ്റി ആ വിഷയം തന്നെ, നമ്മളിപ്പോൾ നേരിടുന്ന വെല്ലുവിളികളും നമ്മൾ എങ്ങനെ ഒരുമിച്ച് നിന്ന് ശക്തിപ്പെടണം എന്നുള്ള കാര്യവും ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാമെന്ന് കരുതി. വെല്ലുവിളികൾ അത് വരുമെന്ന് പറയുന്നില്ല. അപ്പോൾ ഞാൻ അനുസ്മരണത്തിൻ്റെ ഭാഗം വിട്ട് സാജുവച്ചനാണ്, ഞാനിങ്ങനെ വിഷയം മാറി പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി സാജുവച്ചനാണെന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിങ്ങോട്ട് പോരുന്ന വഴിക്ക് പറഞ്ഞ വാക്കുകളാണ്. ഇന്ന് CBCI പ്രസിഡൻ്റ് എന്ന നിലയിൽ പല പ്രാവശ്യം പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ മോഡിജിയെ കാണാനും അമിത്ഷാനെ കാണാനൊക്കെ പോയതൊക്കെ ക്രൈസ്തവർ ഇന്ന് നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് പറയാനാണ്. ഇന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ, കേരളത്തിൽ വേറെ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പാണെന്നറിയാം, എന്നാൽ ഇന്ത്യയിലെ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകളുടെ പശ്ചാത്തലത്തിൽ ഇന്ന് ക്രൈസ്തവരെല്ലാം വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ പറഞ്ഞു, പ്രൈം മിനിസ്റ്ററിനോട് 4 പ്രാവശ്യം എഴുതി കൊടുക്കും. ഞങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ട് നേരിട്ട് പറയലാണ് പതിവ്, എഴുതി കൊടുത്തില്ലെങ്കിൽ അവർ. പക്ഷെ അതുകൊണ്ടൊന്നും വലിയ ഉപകാരമൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ പറയുമ്പോൾ ഒക്കെ വളരെ പോസിറ്റീവായിട്ടാണ് നമ്മളോട് പറയുക കേട്ടോ. എനിക്കറിയാമല്ലോ, വളരെ നമ്മളോടൊക്കെ നമ്മൾ ചെയ്ത സേവനങ്ങൾ, പ്രത്യേകിച്ച് മിഷണറിമാരുടെ 2000 കൊല്ലത്തെ പാരമ്പര്യമുള്ള നമ്മുടെ സഭയെ ഇപ്പോഴും നോർത്ത് ഇന്ത്യയിൽ വിളിക്കുന്നത് വിദേശമതമെന്നാണ്. വിദേശമതം ഇന്ത്യയുടേതല്ല. ധൈര്യമായിട്ട് തന്നെ ചെല്ലുന്നിടത്തെല്ലാം തിരുമേനി ഞാനും പറയുന്നുണ്ട്, ഇത് ഇന്ത്യൻ മതമാണ്, ഏഷ്യൻ മതമാണ്, ഏഷ്യയിൽ ഉത്ഭവിച്ചതാണ്. അത് ഇന്ന് ക്രിസ്തീയ രാജ്യങ്ങളെന്ന് പറയുന്ന പല രാജ്യങ്ങളിലും ക്രിസ്തുവിനെക്കുറിച്ച് കേൾക്കുന്നതിന് മുമ്പ് ഇവിടെ ആരംഭിച്ച് വളർന്ന ഒരു സഭയാണ് ക്രൈസ്തവ മതം. ആ ക്രൈസ്തവ മതത്തിൻ്റെ ഇന്ത്യയുടെ രാഷ്ട്രനിർമ്മിതിക്ക് നമ്മൾ ശക്തീകരിക്കപ്പെടണമെങ്കിൽ ആദ്യം തന്നെ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു സെൽഫ് കോൺഷ്യസ്നെസ്, നമ്മുടെ തനിമയെക്കുറിച്ച്, ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ള അവബോധമാണ്. ഞാൻ ആരാണ്, ഞാൻ എന്താണ്, എങ്ങനെയാണ്, എന്തിനാണ് എന്നുള്ള ഈ അവബോധമുണ്ടായില്ലെങ്കിൽ നമ്മളാരും വളരില്ല, നമ്മളാരും സഭയ്ക്ക് പ്രവർത്തനങ്ങളുണ്ടാവില്ല. അപ്പോൾ ഞാൻ ആരാണ്, ഈ അവബോധം എങ്ങനെയാണ് ഉണ്ടാകുക? ഞാനിടയ്ക്ക് ചിലരോടൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. ഞാൻ കുട്ടികളോട് ചോദിക്കുമ്പോൾ, ഞാനിപ്പോൾ ഞങ്ങളുടെ കാറ്റഗിസ്റ്റിനൊക്കെ ക്ലാസ്സുകളിലൊക്കെ ഞാനങ്ങോട്ട് കയറി ചെല്ലുന്ന പതിവാണ്. അവിടെ ചെന്ന് കുട്ടികൾ കാണും, അത് കഴിഞ്ഞിട്ടാണ് അച്ഛനൊക്കെ ഓടി വരിക ക്ലാസ്സിലേക്ക്. ഞാൻ ക്ലാസ് എടുത്ത് ചെല്ലുമ്പോൾ അപ്പോൾ കുട്ടികളോട് ചോദിക്കും, ഞാൻ ഉടനെ തന്നെ അവർക്ക് മത്സരം കൊടുക്കും. ചോദിക്കും, നിങ്ങൾക്ക് മത്സരം ഇതാണ്, 1.5 പേജിലും 1.5 പേജിൽ കുറയാനും പാടില്ല, 2 പേജിൽ കൂടാനും പാടില്ല. ഏത് AI വേണമെങ്കിലും ഉപയോഗിച്ചോ, ഏത് നിങ്ങൾ ഉപയോഗിച്ചോ. പക്ഷേ നിങ്ങൾ ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് യേശു ക്രിസ്തുവിൻ്റെ, ഈശോ മിശിഹായെക്കുറിച്ചുള്ള ഒരു പ്രൊഫൈൽ എഴുതാമോ? അത് നീ എഴുതണമെന്നാണ്. നമുക്ക് ഈശോ ആരാണെന്നുള്ളൊരു അവബോധം, ക്രിസ്ത്യാനിയായി ഞാൻ ആരാണെന്നുള്ളൊരു അവബോധം,
ഈ അവബോധം നഷ്ടപ്പെടുത്തലാണ്, അതിനെതിരായിട്ടുള്ള ഒത്തിരി മാർഗങ്ങൾ പറയലാണ്. അതുകൊണ്ടാണ് വിദേശ മതമാണ്, നിങ്ങൾ ഇന്ത്യയുടേതല്ല എന്ന് പറഞ്ഞതിൻ്റെ ചുരുക്കം നമ്മൾക്ക് നമ്മളെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാകണം. ഒത്തിരി സ്ഥലത്ത് ഇന്ന് നമ്മെ ആക്രമിക്കുന്നുണ്ട്. ചിലതൊക്കെ പ്രത്യേകിച്ചൊക്കെ അത് ഇപ്പോൾ ഭരിക്കുന്നവരോടുകൂടി തന്നെ പറഞ്ഞ് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, അവർ ജയിലിൽ നിന്ന് പുറത്താക്കാനെങ്കിലും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, നമുക്ക് രാഷ്ട്രനിർമ്മിതിയിൽ നമ്മൾ ചെയ്ത സേവനം മുഴുവൻ എല്ലായിടത്തും തമസ്കരിക്കപ്പെടുകയാണ്. ഇന്ത്യയുടെ രാഷ്ട്രനിർമ്മിതിക്ക് ഇപ്പോൾ 2.3% മാത്രമുള്ള ക്രൈസ്തവർ നൽകിയിട്ടുള്ള സംഭാവന മറ്റേതൊരു സമുദായത്തേക്കാൾ കൂടുതൽ, അത് ഭാഷയുടെ കാര്യമാകട്ടെ, അത് മാധ്യമമാകട്ടെ, അത് പാവപ്പെട്ടവരെ സഹായിക്കുന്നതാകട്ടെ, രാഷ്ട്രത്തിൻ്റെ ഉന്നതിക്കാകട്ടെ, എല്ലാവരും ഒരുമിച്ചിരുത്തി പഠിപ്പിക്കലാകട്ടെ, എല്ലാത്തിലും ആനുപാതികമായി നോക്കുമ്പോൾ നമ്മുടെ സമുദായമാണ്, ക്രൈസ്തവരാണ്, മിഷണറിമാരാണ് ഏറ്റവും കൂടുതൽ രാഷ്ട്രനിർമ്മിതിക്ക് സംഭാവന നൽകി എന്നുള്ള അവബോധം നമുക്ക് ഉണ്ടാവുകയും അത് നമ്മൾ ഇപ്പോൾ എല്ലാം തമസ്കരിക്കപ്പെടുന്ന പാഠപുസ്തകങ്ങളിലടക്കം തമസ്കരിക്കപ്പെടുന്നൊരു കാലഘട്ടത്തിൽ അവയെ അത് അവതരിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതിന് എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങൾ ശക്തമാകണമെന്നതിനെക്കുറിച്ച് യാതൊരു സംശയമില്ല. ഇതാണ് ഞാൻ അവിടെ പറയുന്നത്. ഞങ്ങൾ 2000 JB കോശി കമ്മീഷൻ, ഇന്നലെ ജസ്റ്റിസ് JB കോശി ഞങ്ങളുടെ പാസ്റ്ററൽ കൗൺസിലിൽ ഇന്നലെ വന്ന് ഞങ്ങൾക്ക് അതേക്കുറിച്ച് പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പഠനത്തിന് വളരെയേറെ ഞങ്ങൾ മേരിമാത മേജർ സെമിനാരിയിൽ ഞങ്ങൾ റിസർച്ച് സെൻറ്റർ തുടങ്ങി. ആ റിസർച്ച് സെൻറ്ററിനെ പറോക്ക് എന്ന് പറയും. ആ റിസർച്ച് സെൻറ്ററിൽ ഒരുപാട് സർവേകൾ നടത്തി ക്രിസ്ത്യൻസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥകളെക്കുറിച്ച്. ഈ സർവേ നടത്തിയ അവസ്ഥയെക്കുറിച്ച് ചില ഓർത്തഡോക്സ് ഭദ്രാസകളെക്കുറിച്ചും പഠനങ്ങൾ നടത്തി വന്നു കേട്ടോ. ഈ മാർത്തോമയെക്കുറിച്ച് ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നത് ഈ ഞങ്ങളുടെ റിസർച്ച് സെൻറ്റർ. അപ്പോൾ പഠനം നടത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്? ഇന്ന് ഇന്ത്യയിൽ അന്യം നിന്നു പോകുന്ന സമുദായം ഏതാണെന്നറിയോ? അന്യം നിന്നു പോകുന്ന എക്സ്റ്റിങ്ക്റ്റ്. ആദ്യത്തേത് പാർസികളാണ്. 1961 ഏകദേശം 6 ലക്ഷത്തോളം ഉണ്ടായിരുന്നു. ഇപ്പോൾ 60,000 താഴെ എന്നാണ് പറഞ്ഞു, ഇന്ത്യ മുഴുവൻ. രണ്ടാമത്തേത് ഏതാണെന്നറിയാമോ? അവരുടെ പഠനത്തിൽ പറഞ്ഞിരിക്കുന്നത് സിറിയൻ കാത്തലിക്സ് ആൻഡ് മാർത്തോമൈറ്റ് ക്രിസ്ത്യൻസ്. ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ സിറിയൻ കാത്തലിക്സ് എന്ന് പറഞ്ഞാൽ സീറോ മലബാർ, അതിനേക്കാൾ വേഗം അന്യം നിന്ന് പോകുന്നത് മാർത്തോമൈറ്റ് ക്രിസ്ത്യൻസ് ആണെന്ന്. ആ പത്തനംതിട്ട ഭാഗത്ത് പോയാൽ ഞാൻ കേട്ടതനുസരിച്ച് തേടുവക്ഷി സിനിമേനെയാണ് ഏറ്റവും നന്നായിട്ട് പറയേണ്ടത്. മിക്കവാറും എല്ലാ വലിയ വീടുകളും അവിടെ പൂട്ടിയിട്ടിരിക്കുകയല്ലേ, അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള 80-നും 90-നും ഇടയ്ക്കുള്ള 1-2 പേരെ കാണും. ഞാൻ പറഞ്ഞപ്പോൾ ഇച്ചിരി വിമർശനാത്മകമായിട്ട് പറഞ്ഞാലും കുറേ ശരിയല്ലേ. ഇനി 12ാം ക്ലാസ് കഴിയുമ്പോഴേക്കും മിക്കവാറും എല്ലാവരും മാർത്തോമ സഭയിലത്തൊക്കെ ഇന്ത്യക്ക് പുറത്തേക്ക് പോയിട്ടുണ്ട്. ശരിയാണോ അച്ഛന്മാരെ? അപ്പോൾ അന്യം നിന്ന് പോവുകയാണ്. മക്കളോ? പ്രധാന കാരണം മക്കളില്ല, വിവാഹം വേണ്ടെന്ന് വയ്ക്കുന്ന, അത് ഞങ്ങളുടെ കൂട്ടത്തിലാണ് കേട്ടോ. വിവാഹം വേണ്ടെന്ന് വയ്ക്കുന്നവർ കൂടുതൽ. വിവാഹം വേണ്ട പെൺകുട്ടികളാണ് കേട്ടോ ഏറ്റവും കൂടുതൽ. പിന്നെ ഇന്ത്യയിൽ നിൽക്കേണ്ട. പക്ഷേ ഈ സർവേ നടത്തിയപ്പോൾ കണ്ടതൊരു കാര്യം, ഒരു സമുദായത്തെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുളത്തുന്നത് സർക്കാർ ജോലിയാണ്. ഒരു പഞ്ചായത്ത് സെക്രട്ടറി, അല്ലെങ്കിൽ കളക്ടറേറ്റിലെ കോർപ്പറേഷൻ സെക്രട്ടറി, അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ, IAS ഉദ്യോഗസ്ഥൻ, ഇങ്ങനെയുള്ള മേഖലകളിൽ നേരത്തെ മാർത്തോമ സഭയെക്കുറിച്ച് വലിയ അഭിമാനമുള്ളത് ആംഗ്ലിക്കൻ പശ്ചാത്തലവുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് തന്നെ വളരെയേറെ ഉദ്യോഗസ്ഥർ, സർക്കാർ ഉദ്യോഗസ്ഥർ നേരത്തെ മാർത്തോമൈറ്റ് സഭയിൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയാണല്ലോ അല്ലേ? നേരത്തെ ഒത്തിരി പേരുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അത് വളരെയേറെ പിന്നോക്കം പോയി എന്നാണ് എനിക്ക് പിന്നോക്കം മാർത്തോമ സഭയിൽ മാത്രമല്ല, എല്ലാ ക്രൈസ്തവ സഭകളിലും, ഞങ്ങൾ സീറോ മലബാർ സഭയിലൊക്കെ വളരെയേറെ പിന്നോക്കം പോയി. ഇപ്പം ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജുണ്ട്, എൻജിനീയറിംഗ് കോളേജുണ്ട്. ഇവിടെയൊക്കെ നമ്മുടെ കോളേജുകളൊക്കെ ഏറ്റവും നോക്കിയിട്ട് അവിടെ സീറ്റ് അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ജനറൽ മെറിറ്റിൽ പണ്ട് നമ്മളാണ് ഏറ്റവും ക്രൈസ്തവരാണ് ഏറ്റവും റാങ്കിങ്ങിൽ മുന്നോട്ട് വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ക്രൈസ്തവ സമൂഹം എല്ലാ ഡിനോമിനേഷനിൽപ്പെട്ടവരും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മറ്റൊരു സമുദായമുണ്ട്. ഞാൻ പേര് പറയണില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ ഏത് സമുദായമാണ് ഇപ്പോൾ റാങ്കിങ്ങിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. നമുക്കൊരു തിരിച്ചറിവ് വേണ്ടേ?
രാഷ്ട്രീയ നേതൃത്വത്തെക്കുറിച്ച് നമുക്ക് നേതാക്കൾ എങ്ങനെ, ഇപ്പോൾ തൃശ്ശൂരാണ്, തൃശ്ശൂരത്തെ സാജു വെച്ചാ അച്ഛൻ്റെ വീട് എവിടെയാണെന്ന് എനിക്കറിയില്ല, തൃശ്ശൂർ വന്നു കഴിഞ്ഞപ്പോൾ തൃശ്ശൂർക്കാരനാവണം. തൃശ്ശൂർ ബിസിനസ്സിൽ ഏറ്റവും മുന്നിൽ 25 കൊല്ലം മുമ്പ് തൃശ്ശൂർ ബിസിനസ്സിൽ ഏറ്റവും മുന്നിൽ നിന്നിരുന്നവരാരാണെന്നറിയോ? ക്രിസ്ത്യൻസാ. ഇപ്പോൾ 3-ാം സ്ഥാനത്തേക്കും 4-ാം സ്ഥാനത്തേക്കും ബിസിനസ്സിൽ പിന്തള്ളപ്പെട്ടു എന്ന് മാത്രമല്ല, ചെറുകിട കച്ചവടക്കാരെല്ലാം കോർപ്പറേറ്റുകളുടെ പിന്നിൽ ഇല്ലാതായി. ഞാൻ ഈ മെയ് 1 തൊഴിലാളി ദിനത്തിന് എല്ലാ മെയ് 1 ഏതെങ്കിലും ഫാക്ടറിയിലാണ് കുർബാന ചൊല്ലുക. ഈ വർഷം എനിക്ക് നോക്കിയിട്ട് കിട്ടിയത് ഒരു ക്രിസ്ത്യൻസ് നടത്തുന്ന ഒരു ഫാക്ടറി, കാത്തലിക്സ് നടത്തുന്ന ഫാക്ടറിയും കിട്ടിയില്ല. എന്നിട്ട് സ്വർണ്ണം ഒരുക്കുന്ന ഒരു വീടിൻ്റെ സൈഡിൽ ഒരു ചായ്പെന്ന് പറയും, സൈഡിൽ ഒരു ടെൻറ്റ് കെട്ടിയിട്ട് കുർബാന ചൊല്ലി ഈ വർഷം എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ നമുക്ക് എൻ്റർപ്രണേഴ്സ്. അതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റർപ്രണേഴ്സ് ഫോറത്തെ സ്റ്റാർട്ടപ്പുകളൊക്കെ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഒരുപാട് ഈ 80:20 നമ്മുടെ സർക്കാർ അതിന് എതിരെ പോയിട്ടുണ്ടല്ലോ. എന്താണ് അതിൻ്റെ പിന്നിലുള്ള മാനദണ്ഡം? ഈ നമുക്ക് സംവരണേതര വിഭാഗം തന്നെയാണല്ലോ മാർത്തോമ സഭ അല്ലേ, സംവരണേതര വിഭാഗം. EWSന് വെച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ ഇന്നലെ ജസ്റ്റിസ് JB കോച്ചിയോട് പറയായിരുന്നു. EWSന് സംവരണേതര വിഭാഗത്തിന് വലിയ നിബന്ധനകളാണ് EWSന്. എന്നാൽ OBCക്കും മറ്റുള്ളവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് കിട്ടും. എന്തുകൊണ്ട് സർക്കാർ ജോലിയിൽ ഈ സംവരണേതര വിഭാഗമായിട്ടുള്ള ക്രിസ്ത്യൻസ് ഏറ്റവും പിന്നിൽ പോകുന്നു? മാർത്തോമ സഭയും അതിൽപ്പെട്ടതാണ്, യാക്കോബായ ഓർത്തഡോക്സ് സഭകളും സീറോ മലബാർ സഭയൊക്കെ അതിൽപ്പെട്ടതാണ്. എന്തുകൊണ്ട് തഴയപ്പെടുന്നു? എന്തുകൊണ്ട് ഇത്രയും വിവേചന, ഡിസ്ക്രിമിനേഷൻ? നമ്മൾ ശക്തീകരിക്കപ്പെടണം. അതിൽ ഈ മാധ്യമങ്ങളിൽ ഏറ്റവും മുന്നിൽ നിന്നിരുന്നവരാരാ? ഇന്ന് അലക്സാണ്ടർ വലിയ മെത്രാപ്പോലിത്ത ഇന്ന് വന്നിരുന്നുവെങ്കിൽ എനിക്ക് തേഡോഷ്യസ് തിരുമേനി ഏകദേശം ആ മോഡലിക്കേ പോണേ. അക്കേരിയസ് തിരുമേനിയുടെ സംസാരം നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കണേ. ഇപ്പോൾ തന്നെ ആയിക്കഴിഞ്ഞു, ഡിജിറ്റൽ മെത്രാപ്പോലിത്ത ആയ AI ആയെന്നാണ് തേഡോഷ്യസ് തിരുമേനി പറയണത്. നമുക്ക് ഈ മേഖലയിൽ പിന്നോക്കം പോകും, മുന്നോട്ട് നിൽക്കണം. നമ്മളാണ് ഏറ്റവും മുന്നിൽ മാധ്യമത്തിൽ നിന്ന്. യൂറോപ്പിൽ നിന്ന് മിഷണറിമാരല്ലേ ഈ നാടിനെ വളർത്തിയത്. അപ്പോൾ എല്ലാ മേഖലകളിലും നമ്മൾ തളർന്നു പോകുന്നുണ്ടെങ്കിൽ ഉണരേണ്ട സമയമായി. ഞാൻ ബൈബിളിലെ ഒരു സാഹചര്യം മാത്രം പറഞ്ഞ് നിർത്തുക. നമുക്കൊക്കെ സത്യമറിയാം, എങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ വഴിക്ക് പോകുന്നു. സത്യം അറിഞ്ഞിട്ടും അവരവരുടേതായ വഴിക്ക് പോയ രണ്ട് പേരുടെ ആരെക്കുറിച്ചാണ് ഞാൻ പറയാമോ എന്ന് നിങ്ങൾക്കൊന്ന് ഊഹിക്കാമോ? സത്യം അറിഞ്ഞിട്ടും തങ്ങളുടേതായ വഴിക്ക് പോയ 2 പേരെക്കുറിച്ച് ബൈബിളിൽ ലൂക്കായുടെ സുവിശേഷത്തിലെ 24-ാം അധ്യായത്തിൽ ഞാനൊന്ന് സൂചിപ്പിച്ചോട്ടെ. ഈ മനോഭാവം എനിക്കും നിങ്ങൾക്കുമില്ലേ? അവരെന്താ ചെയ്തേ? യേശു മരിച്ചു എന്നറിഞ്ഞപ്പോൾ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അങ്ങനെയല്ലേ മാർത്തോമക്കാരടക്കം ഇന്ത്യക്ക് പുറത്തേക്ക് പോണേ? അല്ല, അത് കുറച്ചുകൂടി മെച്ചമായ അവസ്ഥ കിട്ടാൻ വേണ്ടിയാണ്. പക്ഷെ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ എന്തുകൊണ്ട് പോയി? അവരുടെ പ്രതീക്ഷകളും ആശ്രയത്തിലും വ്യത്യാസം വന്നു. സ്ത്രീകൾ പറഞ്ഞു, ഞങ്ങൾ ഇതാ മരിച്ചതിന് ശേഷം 3-ാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അത് വിശ്വസിക്കാനായില്ല. അവർ ഉയർന്ന മലയിൽ നിന്ന്, ജെറൂസലമിൽ നിന്ന് എഴുസ്താദ്യൻ അകലെയുള്ള എമ്മാവൂസിലേക്ക്, താഴ്വരയിലേക്ക് സ്വന്തം വഴിയിലൂടെ പോവുകയാണ്. നമുക്ക് കൂട്ടായ്മയില്ല. തിരുമേനി എക്യുമെനിസത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ഞാൻ ഇപ്പോൾ ഡൽഹിയിൽ CBCI പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ എല്ലാവരും വരികയാണ്. അതുകൊണ്ട് കുറച്ചും കൂടി സ്ട്രക്ചേർഡ് ആയിട്ടുള്ളത് കാത്തലിക്സ് ആയതുകൊണ്ട് തിരുമേനി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് CBCIയിൽ ഇടയ്ക്ക് ഡൽഹിയിൽ വിളിക്കാറുമുണ്ട്. ഇനി ഒരുമിച്ച് നിൽക്കണ്ടേ? തനിച്ച് വളരുകയും ഒന്നിച്ച് തകരുകയും ചെയ്യുന്ന ഒരു സമൂഹമായി ക്രൈസ്തവർ മാറി. 1961 ഏകദേശം 24.5% കേരളത്തിലുണ്ടായിരുന്നവർ ഇന്ന്
18, 17, 16 ബർത്ത് റേറ്റ് ഇപ്പോൾ 14 അധികം താമസിയാതെ അന്യം നിന്ന് പോകും. നമ്മൾ തനിച്ച് നിൽക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പോക്ക് നമ്മൾ നമ്മുടേതായ പാതയിലൂടെ പോവുകയാണ്. നമ്മളെല്ലാവരും അവരവരുടെ വഴി. ഞങ്ങൾ കാത്തലിക് ചർച്ചിൽ ഞങ്ങളുടെ ഇടവകളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഓരോരുത്തർക്കും അവരവരുടേതായ റൂട്ടാണ്. മാർത്തോമാ സഭയിൽ എങ്ങനെയാണ്? നിങ്ങളുടെ ഇടവകളും അച്ഛന്മാരൊക്കെ അവരവരുടെ വഴിയിലല്ലേ? അതൊക്കെ കുറച്ചൊക്കെ ഉണ്ട്, എന്നാലും നമ്മളൊക്കെ കുറച്ച് ശ്രമിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളിങ്ങനെ പോകുമ്പോൾ കൂടെ നടക്കുന്നവനെ തിരിച്ചറിഞ്ഞോ? കണ്ണുണ്ടായിട്ടും കൂടെ നടക്കണേ. പെറ്റമ്മ മറന്നാലും, യേശയ്യാ പ്രവാചകൻ പറയുന്നത് എന്താ? പെറ്റമ്മ മറന്നാലും ഞാൻ നിങ്ങളെ കൂടെ നടന്നവനെ തിരിച്ചറിഞ്ഞോ? കണ്ണുണ്ടായിട്ടും കണ്ടോ? ചെവിയുണ്ടായിട്ടും കേട്ടോ? അവർ എത്താറായപ്പോൾ ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിലെ 28-ാമത്തെ വാക്യം, അവരെത്താറായപ്പോൾ യേശു എന്തു ചെയ്തെന്നറിയാമോ? അകന്നു പോകുന്നതായി തോന്നി. നമ്മുടെ ജീവിതത്തിൽ ദൈവം അകലുന്നതായ തോന്നലുകൾ നമുക്കുണ്ട്. നമ്മൾ ശക്തീകരിക്കപ്പെടണമെങ്കിൽ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ, അദ്ദേഹമാണ് എന്നെ മെത്രാനാക്കിയത് 2004 അപ്പോയിൻ്റ് ചെയ്ത്. അദ്ദേഹം പരിശുദ്ധ കുർബാനയെക്കുറിച്ച് എഴുതിയ അതിമനോഹരമായ ഒരു ചാക്രിക ലേഖനമുണ്ട്. അതിൻ്റെ ലത്തീനിൽ അതിനെ വിളിക്കുക മാനെ നൊബിസ്കും ദോമിനെ. ഇന്ന് തിരുമേനി പ്രാർത്ഥനയുടെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു. നിർബന്ധപൂർവമായി പ്രാർത്ഥന. അലക്സാണ്ടർ മാർത്തോമ തിരുമേനിയെക്കുറിച്ച് വിശേഷിപ്പിച്ചത് അങ്ങനെയല്ലേ? തിരുമേനി നിർബന്ധമായിട്ടും ഈ ഒരു ട്രെയിനിങ് ഉണ്ടായിരിക്കേണ്ടതിൻ്റെ ആവശ്യകത. മാനെ നൊബിസ്കും ദോമിനെ, നാഥ ഞങ്ങളുടെ കൂടെ വസിക്കണമെന്ന് നിർബന്ധിച്ചു കൊണ്ട് പറഞ്ഞു. ഈ നിർബന്ധം, ആത്മീയതയിൽ നിർബന്ധം ഇന്ന് ശക്തീകരിക്കപ്പെടണമെങ്കിൽ നമുക്ക് ആവശ്യമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുക, കൂടെ നടന്നവനെ തിരിച്ചറിയാതെ, കൂടെ നിന്ന് പറഞ്ഞവനെ ശ്രവിക്കാത്ത അവർക്ക് യേശു അകലുന്നതായി പോയപ്പോൾ, ഈ നിർബന്ധമുണ്ടായപ്പോൾ 30-ാമത്തെ വാക്യത്തിൽ എപ്പോഴാണ് അവനെ തിരിച്ചറിഞ്ഞത്? ലൂക്കായുടെ സുവിശേഷം അങ്ങനെയല്ലേ? ഈ ശൈലി നമുക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. മാർത്തോമാ സഭയിലെ ബൈബിൾ പറയുന്ന ശൈലിയും സീറോ മലബാർ സഭയിൽ പറയുന്ന ശൈലിയും വ്യത്യാസം ഉണ്ടെങ്കിൽ കാര്യമൊക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ. തിരിച്ചറിഞ്ഞത് എപ്പോഴാ? അപ്പമെടുത്ത് മുറിച്ച് കൊടുത്തപ്പോൾ. അപ്പോൾ എന്ത് സംഭവിച്ചു? തിരിച്ചറിഞ്ഞു. അവർ ഒന്നിച്ച് ഭക്ഷിച്ചു, തിരിച്ചറിഞ്ഞു. അപ്പോൾ പറഞ്ഞ വാക്യം എന്താ? വഴിയിൽ വെച്ച് സംസാരിച്ചപ്പോൾ വചനം ഹൃദയം ജ്വലിക്കൂ. അപ്പോൾ വചനത്തിലൂടെ, ദൈവവചനത്തിലൂടെ യേശുവിനെ കാണാൻ അവർക്ക് സാധിച്ചു. കൂദാശകളിലൂടെ, കുർബാനയിലൂടെ യേശുവിനെ കാണാൻ സാധിച്ചു. അപ്പോൾ അവർ തിരിച്ചറിഞ്ഞു, ഞങ്ങളായിരിക്കേണ്ട സ്ഥലത്തല്ല, കൂട്ടായ്മയിലായിരിക്കണം. അവർ അവരുടെ വഴിക്ക് പോയി തിരിച്ചു നടന്നു. ഇന്ന് ആവശ്യമായിരിക്കും ഈ തിരിച്ചു നടക്കലാണ്. തിരിച്ചു നടന്ന് ജെറൂസലേമിൽ എത്തിയപ്പോൾ, അപ്പസ്തോലന്മാരുടെ കൂട്ടായ്മയിലായപ്പോൾ അവർ കൂട്ടായ്മയിൽ ദൈവത്തെ കണ്ടു. കൂട്ടായ്മയിൽ, ഞാൻ ചോദിക്കട്ടെ, മാർത്തോമാ സഭയുടെ കൂട്ടായ്മയിൽ നിങ്ങൾ ദൈവത്തെ കാണുന്നുണ്ടോ? 2-3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടിയാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ ആ ഈശോയുടെ വാക്കുകൾ നമ്മുടെ ഈ സമൂഹത്തിൽ, ഈ മാർത്തോമാ പള്ളിയിൽ ഈശോയെ കണ്ടെത്താനാവുമോ? മത്തായി 25-40 വായിക്കുന്ന പോലെ, ഈ എളിയവരിൽ ഒരുവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞ ആ ഈശോയെ കാണാനാവുമോ? അപ്പോസ്തല പ്രവർത്തനം 2:42 വായിക്കുന്ന പോലെ, യേശുവിൻ്റെ പ്രബോധനത്തിൽ, വചന പ്രഘോഷണത്തിൽ ദൈവത്തെ കാണാനാവുമോ? കൂട്ടായ്മയിൽ ദൈവത്തെ കാണാനാവുമോ? എളിവരിൽ ദൈവത്തെ കാണാനാവുമോ? അപ്പം മുറിക്കലിൽ ദൈവത്തെ കാണാനാവുമോ? പ്രാർത്ഥനയിൽ ദൈവത്തെ കാണാനാവുമോ? അവരിൽ ദൈവത്തെ കാണാനാവുമോ? ഞാൻ നിർത്തുക. നമ്മളൊക്കെ നമ്മുടേതായ വിജയം നോക്കി നടക്കുക. നമ്മളൊക്കെ സക്സസ്ഫുൾ ആകണം എന്നുള്ള ആഗ്രഹിക്കുന്നവരല്ലേ? അല്ലേ? വിജയം ആഗ്രഹിക്കാത്ത, ഞാൻ ചോദിക്കട്ടെ, 3 വാക്കുകൾ ഞാൻ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളൊക്കെ പറയുകയാണ്. ഇറ്റ്സ് നോട്ട് ഇനഫ് ദാറ്റ് വി ബി സക്സസ്ഫുൾ, but we have to be effective. Are we effective? നമ്മുടെ പ്രവർത്തനം ഇഫക്റ്റീവ് ആണോ?
ഈ പള്ളിയിലെ കുർബാനയും ഈ പള്ളിയിലെ തിരുക്കർമ്മവും വചനപ്രഘോഷണവും നമ്മുടെ എല്ലാം ഇഫക്റ്റീവാണോ സഭയിൽ? പക്ഷെ എന്നെ ചോദിപ്പിച്ചൊരു ചോദ്യമുണ്ട്. അത് മദർ തെരേസ എന്നോട് ചോദിച്ചതാണ്. 1975 മദർ തെരേസയും ഒരു ഇൻ്റർവ്യൂ നടത്തിയതാണ്. ഫാദർ, യു ഹാവ് ടു ബി ഫെയ്ത്ത്ഫുൾ. നീ വിശ്വസ്തനാകണം. നിന്നെ വിളിച്ച നിന്റെ ദൈവത്തോട്, നിനക്ക് ദൈവം നൽകിയ നിന്റെ കൂട്ടുകാരനോട്, ഭാര്യയോട്, ഭർത്താവിനോട്, നിന്നെ വിളിച്ച് ദൈവത്തിൻ്റെ കൂടെയായിരിക്കാൻ അയക്കപ്പെട്ട ഒരു അപ്പസ്തോലനാകാൻ വിളിക്കപ്പെട്ട പൗരോഹിത്യത്തോട്, വെത്രാൻ സ്ഥാനത്തോട്, കൊയർ, നിങ്ങളുടെ ഗായക സംഘത്തോട് നീ വിശ്വസ്തനാണോ? വിശ്വസ്തനാണോ? ആർ യു സക്സസ്ഫുൾ? ആർ യു ഇഫക്റ്റീവ്? ആർ യു ഫെയ്ത്ത്ഫുൾ? ഏതിനാ ഏറ്റവും കൂടുതൽ പ്രാധാന്യം? എല്ലാത്തിനും പ്രാധാന്യം തന്നെ. പക്ഷേ ഇഫക്റ്റീവ് ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ്, അതിന് പ്രാധാന്യം കൊടുക്കാൻ സാധിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപ്പൊലിയുടെ അനുസ്മരണം സാജുവച്ചൻ എന്നോട് പറഞ്ഞ് ശക്തീകരണത്തിന് വേണ്ടി പറഞ്ഞപ്പോൾ, നമ്മൾ ശക്തീകരണത്തിന് ഉണ്ടാകേണ്ടത് യേശു ക്രിസ്തുവിനെ കണ്ടെത്തിയാൽ, അവൻ്റെ കൂടെ നിന്നാൽ, കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ആരെ ഭയപ്പെടണം? യേശു ക്രിസ്തുവിന് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ യേശു ക്രിസ്തുവിനെ നേടാൻ വേണ്ടി നമ്മളെല്ലാം മാറ്റിവെക്കും, ഉപേക്ഷിക്കും. ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഈ മനോഭാവത്തോടെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചാൽ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം അലക്സാണ്ടർ വലിയ മെത്രാപ്പോലിത്തയുടെ സന്ദേശം ഇത് തന്നെയാണ്. അതാണ് തിരുമേനി ഈ ദൈവവിളിയെക്കുറിച്ച് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിനെ കണ്ടെത്തി അതുവഴി ശക്തീകരിക്കപ്പെടുവാൻ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണേ എന്ന വാക്കുകളോടെ ഞാൻ അവസാനിപ്പിക്കും.